മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് ഇന്ന് 2 മരണമാണുണ്ടായത്. വെള്ളക്കെട്ടിൽ വീണ് ചികിത്സയിലായിരുന്ന 2 വയസ്സുകാരൻ മരിച്ചു. കോഴിക്കോട് കാപ്പാട് സ്വദേശി നൌഷാദിന്റെ മകൻ മാസിനാണ് മരിച്ചത്. മറ്റൊന്ന് കണ്ണൂരാണ്. കണ്ണൂർ കൂത്തുപറമ്പ് കൈതേരി ഇടത്തിൽ യുവാവിനെ തോട്ടിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കലാശപ്പറമ്പ് രാരിഷ് എന്ന അപ്പുവാണ് മരിച്ചത്. അതേസമയം പേരാവൂർ കാഞ്ഞിരപ്പുഴയിൽ കാണാതായ VP ഹനീഫയ്ക്കും ചെറുപുഴയിൽ കാണാതായ രാജേഷിനും വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. CK വിജയനാണ് വിവരങ്ങളുമായി ചേരുന്നത്. CK, ജീവനെടുത്ത ദുരിതം എന്നൊക്കെ പറയുന്നത് പോലെയായിരുന്നു, ദുരിതം പേത്തെന്ന് പറയുന്നത് പോലെയായിരുന്നു. ഇന്നത്തെ ദിവസം 2 മരണം സ്ഥിരീകരിക്കുന്നു. കാണാതായ ആൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള തിരച്ചിൽ തുടരുന്നു. അപ്പോഴും ഇതിനോട് ചേർത്ത് തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൂടി പറഞ്ഞു പോകാം. വെള്ളക്കെട്ടൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകരുത് തുടങ്ങി പ്രധാനപ്പെട്ട ജാഗ്രതാ നിർദ്ദേശങ്ങളും ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തും പോകാവുന്നതാണ്. എങ്ങനെയാണ് സാഹചര്യം? ജില്ലകളിലെ 2 മരണമാണ് ഇന്നിപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കോഴിക്കോട് കാപ്പാട് സ്വദേശി നൌഷാദിൻ്റെ മകൻ മാസിൻ ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി വീട്ടിന് മുന്നിലുള്ള മുറ്റത്തിൻ്റെ പരിസരത്തുള്ള ഒരു ചെറിയൊരു കുഴിയിൽ വീണുപോയതാണ്. ഉടൻ തന്നെ അത് വീട്ടുകാരൊക്കെ കാണുകയും ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. പക്ഷേ ഇന്ന് മാസിൻ്റെ മരണം സംഭവിക്കുകയായിരുന്നു. രണ്ടാമത് ഒരു മരണമുണ്ടായിട്ടുള്ളത് കൂത്തുപറമ്പിലാണ്. കൂത്തുപറമ്പ് കൈതേരിയിൽ രാരിഷ് എന്ന് പറയുന്ന യുവാവ് തോട്ടിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. മിനിയാന്ന് വൈകിട്ട് മുതൽ രാരിഷിനെ കാണാനില്ലായിരുന്നു. അപ്പോഴാണ് ഇന്ന് ഉച്ചയോടുകൂടി ഈ രാരിഷിൻ്റെ മൃതദേഹം ഈ തോട്ടിൻ്റെ പരിസരത്ത് കാണാനിടയായത്. വെള്ളത്തിൽ മുങ്ങി മരിച്ചു എന്നാണ് ഇപ്പോൾ പ്രാഥമികമായ നിഗമനം. എന്നാൽ അതോടൊപ്പം തന്നെ കണ്ണൂരിൻ്റെ പല ഭാഗങ്ങളിലുമായി ഇപ്പോഴും മഴ നേരിയ രീതിയിൽ തുടരുന്നുണ്ട്. പക്ഷേ ഇന്നലെ ഉണ്ടായതുപോലെയില്ല, അത്രയ്ക്ക് ആശങ്കയ്ക്ക് വകയില്ല. വെള്ളക്കെട്ടുകളുണ്ടായ സ്ഥലങ്ങളിൽ നിന്നെല്ലാം തന്നെ ഒഴിഞ്ഞു. പക്ഷേ കണ്ണൂരുകാരെ സംബന്ധിച്ചിടത്തോളം 2 വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ട്. ഒന്ന്, ചെറുപുഴയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ കാണാതായ രാജേഷിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു. രാജേഷ് സംബന്ധിച്ച് യാതൊരു വിവരവും ഇപ്പോഴും ഇല്ല. മറ്റുള്ളവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിനിടയിലാണ് രാജേഷ് വെള്ളത്തിലേക്ക് വീണു പോകുന്നത്. അസാമാന്യമായ രീതിയിൽ നീന്താൻ അറിയുകയും രക്ഷാപ്രവർത്തനം നടത്താൻ ശേഷിയുള്ളതുമായ ഒരാളായിരുന്നു രാജേഷിൻ്റെ പ്രവർത്തനം അങ്ങനെ തന്നെയായിരുന്നു. ഇന്നലെ പല സ്ഥലങ്ങളിൽ നിന്നായി ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ രാജേഷിൻ്റെ നിർദ്ദേശങ്ങളായിരുന്നു പലരും തേടിയിരുന്നത്. അതുമാത്രവുമല്ല, ഇന്നലെ ഈ ചെറുപുഴയിൽ തുരുത്തിൽ കുടുങ്ങിപ്പോയ 2 പേരെ രക്ഷിച്ചു. രക്ഷിച്ച് മറ്റൊരാളെ കൂടി രക്ഷിക്കുന്നതിനിടയിലാണ് ഇദ്ദേഹം വെള്ളത്തിലേക്ക് വീഴുന്നത്. ഏതായാലും രാജേഷിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടർന്നു. ഒരു നല്ല വാർത്ത ഉണ്ടാകട്ടെ.